സായ്, ഇതെന്താ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ അഡ്വൈസിന് താങ്ക്സ് വൃത്തികെട്ടവളെ. ഓ, ഈ വൃത്തികെട്ട സാധനം നിന്റെ ആണല്ലേ? ഇതിന് വീട്ടിലെങ്ങാനും പിടിച്ച് കെട്ടിയിട്ടൂടെ? ചുമ്മാ അപരിചിതരെ കണ്ടാൽ കുഴക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുത്തത്. അവനങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന കൂട്ടത്തിലല്ല. മാത്രമല്ല, സംശയമുള്ളവരെ കണ്ടാൽ എന്തായാലും കുഴക്കാതിരിക്കുകയില്ല. ഇടാൻ അവരെ വില കുറച്ച് കാണരുത്. നിങ്ങൾ അവിടെ നിന്നാ മതി. വായ അടച്ചു പിടിച്ച് ചുമ്മാ നോക്കി നിന്നാ മതി. ഹായ്, നൈസ് ടു മീറ്റ് യു സാക്കുറ. കൊള്ളാം. പക്ഷെ നിനക്ക് പേടി കുറച്ച് കൂടുതലല്ലേ? ഇതേ നിന്റെ മുഖത്തുള്ള ജാടകളെന്നത് നല്ല കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഇങ്ങനെ നടന്ന ഒരാഴ്ച ആവുന്നാ ഞാൻ പറഞ്ഞത്. ചക്രയുടെ സെൻസ് കിട്ടുന്നതായിട്ടാണ് ഇവര് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനും പറഞ്ഞത്. വാവ്, അപ്പൊ ഈ ചെറിയ ജീവികൾക്ക് പോലും ചക്ര സെൻസ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഒരുപക്ഷെ വളരെ ചെറുതായതുകൊണ്ടായിരിക്കും അല്ലേ? പാവം നമ്മുടെ കരീനെ പോലെ. എന്റെ പേര് മരുഭൂമിയിലെ ഗാരി എന്നാണ്. നിന്നെ കുറിച്ചും അറിയണമെന്നുണ്ട്. ആരാണ് നീ? ഞാനാണ് സാസ്കെ ഉച്ചിഹ. ഹലോ, നിനക്ക് എന്റെ പേര് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? എനിക്കതിന്റെ ഒരാവശ്യമില്ല. ഞാൻ വന്നത് നിന്നെ പിടിക്കാനാ. ആ പറഞ്ഞത് ശരിയായില്ല. നോക്ക്, എന്നെ ഒന്ന് പിടിക്കാൻ അനുവദിക്കണം സർ. മനസ്സിലായോ? എന്തിനാ എന്നെ പിടിക്കാൻ വന്നേ? അതിനെപ്പറ്റി നിന്നോട് പറയേണ്ട ആവശ്യമുണ്ട്. എന്നോട് കളിക്കേണ്ട ഉണക്കപ്പൂട്ടെ. മൈസൂരി പണം കുട്ടി അടിക്കും ഞാന്. അമിത ആത്മവിശ്വാസം വേണ്ട. കാത്തിരുന്നു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്നാ കരുതിയേ? കുത്തിയിരുന്ന് പൂ പറിക്കായിരുന്നു എന്ന് വിചാരിച്ചോ? എന്റെ ശരീരം ഒന്ന് നോക്കിക്കോണം സാക്കുറ. കാരണം മാത്രമേ ഞാനിപ്പോൾ ഒഴിവാക്കാൻ പോവുകയാണ്. ചുമ്മാ ബുദ്ധിമുട്ടുണ്ട കക്കാശി. ആ ജുഡ്സ് ഒന്നും എന്റെ അടുത്ത് വില പോകില്ല. എന്നാലും ആ താടി വെച്ച കക്ഷി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഒന്നും അല്ലാതെ അങ്ങ് പോയി. അങ്ങനെയൊക്കെ ഒരാളെ കൊല്ലുന്നതിൽ എന്താ ഒരു രസം? തലമുറിച്ച് കയ്യിലെടുത്തവനാ ബാക്കിയുള്ളവരുടെ കാര്യം കൊള്ളാം. ഒരു കലാകാരന് ചേർന്ന മരണം തന്നെയാണ്. കൊള്ളാം മോനെ. ഹേയ്, നമ്മൾ തമ്മിലൊന്ന് സംസാരിക്കണമല്ലോ. നാരോട്ടോ, പെയിനെ കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും എനിക്കും നിങ്ങളുടെ ആവശ്യമൊന്നും ഇനിയില്ല. എനിക്ക് ആവശ്യമുള്ളത്